Welcome back to my channel, English Grammar Teaching and Learning. In the last class, we learned the functions of shall and should. Today, we will study the functions of can and could. Okay? Functions of can. First one, express ability. എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. ക്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിയുക. പ്രസൻറ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹി ക്യാൻ റൺ എ മൈൽ ഇൻ 4 minutes. ഹി ക്യാൻ റൺ എ മൈൽ ഇൻ 4 minutes. 4 മിനിറ്റിൽ അവന് 1 മൈൽ ഓടാൻ കഴിയുന്നു. അപ്പോൾ 4 മിനിറ്റ് കൊണ്ട് അവന് എത്ര 4 minutes 4 മിനിറ്റ് കൊണ്ട് അവന് 1 മൈൽ ഓടാൻ കഴിയുക. ഈസ് ഏബിൾ ടു എന്ന് നമുക്ക് അതിന് പകരമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഹി ക്യാൻ എന്നുള്ളിടത്ത് ഹി ഈസ് ഏബിൾ ടു റൺ എ മൈൽ ഇൻ 4 minutes എന്നും പറയാം. ഈസ് ഏബിൾ ടു നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? ഹി ഈസ് ഏബിൾ ടു, ഷീ ഈസ് ഏബിൾ ടു, രാമു ഈസ് ഏബിൾ ടു. പ്രസന്റ് തേർഡ് പേഴ്സൺ സിംഗിളിനോടുകൂടി ഈസ് ഏബിൾ ടു ഉപയോഗിക്കാം. അത് ക്യാന് ഈക്വൽ ആണ്. ഷീ ക്യാൻ പ്ലേ ടെന്നീസ് വെരി വെൽ. അവൾക്ക് നന്നായി ടെന്നീസ് കളിക്കാൻ കഴിയുക. പ്രസന്റ് എബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ്പ്രസ് എബിലിറ്റി ഓർ കേപ്പബിലിറ്റി. എബിലിറ്റിയോ അല്ലെങ്കിൽ കേപ്പബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ക്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് മേയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ nowadays generally using can instead of മേയുടെ സ്ഥാനത്ത് can ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ഗോ നൗ, യു മേ ഗോ നൗ എന്ന് പറയുന്നതിന് പകരം നമുക്ക് യു ക്യാൻ ഗോ നൗ, നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. യു ക്യാൻ ടേക്ക് വൺ ഓഫ് ദോസ് ബുക്സ് ഇഫ് യു ലൈക്ക്. ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ. അപ്പോൾ യു ക്യാൻ ഗോ നൗ, യു മേ ഗോ നൗ എന്ന് പകരം യു ക്യാൻ ഗോ നൗ എന്ന് ഉപയോഗിക്കാം. യു ക്യാൻ ടേക്ക് വൺ ഓഫ് ദീസ് ബുക്സ് ഇഫ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അതാ. അപ്പോൾ ഇവിടെ മേ. ദെൻ പെർമിഷന് വേണ്ടി നമ്മൾ അതും മേ ആണ് മോർ സ്യൂട്ടബിൾ. മേ കമിൻ സർ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ക്യാൻ ഐ കമിൻ സർ എന്നും ചോദിക്കാം. പക്ഷേ ജനറലി മോസ്റ്റ് കോമൺലി വി ഹാവ് ടു അപ്ലൈ മേ. പെർമിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്യാനും ഇപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിച്ചു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഇവിടെ പരാമർശിക്കുന്നത്. പെർമിഷൻ, ക്യാൻ ഐ കമിൻ സർ, മേ ഐ കമിൻ സർ എന്ന് ചോദിക്കുന്ന പോലെ. ക്യാൻ ഐ ഗോ ടു ദി മൂവി, ഞാൻ സിനിമയ്ക്കൊന്ന് പോയിക്കോട്ടെ, അനുവദിക്കുമോ? അതാണ് ആ പെർമിഷനാണ് അവിടെ ക്യാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർമിഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ പോസിബിലിറ്റി, സാധ്യത. ഇറ്റ് ക്യാൻ റെയിൻ ടുമോറോ, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയാണ് ക്യാൻ അവിടെ കാണിക്കുന്നത്. പോസിബിലിറ്റി, ഇറ്റ് ക്യാൻ റെയിൻ ടുമോറോ. ദെൻ റിക്വസ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഓഫർ, ക്യാൻ ഐ ഗെറ്റ് യു എ ഡ്രിങ്ക്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടോ. ക്യാൻ ഐ ഗെറ്റ് യു എ ഡ്രിങ്ക്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഒരു ഓഫറാണ് പറയുന്നത്. ദെൻ നെഗറ്റീവ്, ഐ ക്യാൻ്റെ നെഗറ്റീവ് ആണ് കനോട്ട്. ഐ കനോട്ട് അറ്റൻഡ് ദി മീറ്റിംഗ്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ടൈമാണ്. ഐ കനോട്ട് അറ്റൻഡ് ദി മീറ്റിംഗ്. Can you attend the meeting tomorrow? No, I cannot attend the meeting. നെഗറ്റീവ്. ക്യാൻ്റെ കാണ്ട് എന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ കാണ്ട് എന്ന് ഉപയോഗിക്കുന്നു. ഇതുതരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്യാനുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ്പ്രസ് എബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മേ, പെർമിഷൻ, പോസിബിലിറ്റി, റിക്വസ്റ്റ്, ഓഫർ, നെഗറ്റീവ്. ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു? ക്യാൻ ഉപയോഗിക്കുന്നു. Can means is able to or are able to. Is able to എന്നോ are able to എന്ന് നമുക്ക് ക്യാൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റിനോടുകൂടി ഈസ് ഏബിൾ ടു എന്നും പ്ലൂറൽ സബ്ജക്റ്റിനോടുകൂടി ആർ ഏബിൾ ടു എന്നും ഉപയോഗിക്കാം. ഇനി അയ്യോടാണെങ്കിൽ
ആം ഏബിൾ ടു. ഐ ആം ഏബിൾ ടു ഡു ദിസ്. ഐ ക്യാൻ ഏബിൾ ടു ഡു ദിസ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ഏബിൾ ടു ഡു ദിസ് എന്ന് പറയാം. അപ്പോൾ പ്രസൻറ്റ് എബിലിറ്റിയെ കാണിക്കാൻ, കേപ്പബിലിറ്റിയെ കാണിക്കാനാണ് ക്യാൻ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ക്യാൻ. എക്സ്പ്രസ് എബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മേ, പെർമിഷൻ, പോസിബിലിറ്റി, റിക്വസ്റ്റ്, ഓഫർ, നെഗറ്റീവ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി കുഡിലേക്ക് വരാം. കുഡ് ഈസ് ദി പാസ്റ്റ് ഫോം ഓഫ് ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. ക്യാനിൻ്റെ പാസ്റ്റ് ഫോം റിപ്പോർട്ട് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു. കുഡ് പാസ്റ്റ് ഫോം: ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ കുഡ് റൺ 4 miles അറ്റ് എ സ്ട്രെച്ച്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ കുഡ് റൺ 4 miles അറ്റ് എ സ്ട്രെച്ച്. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ 4 മൈൽ ഓടുവാൻ കഴിയുമായിരുന്നു. ഓടാൻ കഴിഞ്ഞു. ഞാൻ കഴിയുക, കുഡ് കഴിഞ്ഞു, എനിക്ക് ഓടാൻ കഴിഞ്ഞു. ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ കുഡ് റൺ 4 miles അറ്റ് എ സ്ട്രെച്ച്. റിപ്പോർട്ട് സ്പീച്ചിൽ ഷീ സെഡ് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദി ഹിൽ. എനിക്ക് മല കയറാൻ കഴിയുന്നു. ഐ ക്യാൻ ക്ലൈംബ് അപ്പ്. ഇത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് ക്ലൈംബ് അപ്പ് ഹിൽ. ഓക്കെ, ക്യാൻ കുഡ് ആയി മാറുന്നു. ഷീ ആയി മാറുന്നു. ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് ക്ലൈംബ് അപ്പ് ദി ഹിൽ. പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി പാസ്റ്റ് അല്ലേ, യു കുഡ് ഡു ഇറ്റ് ഇഫ് യു ട്രൈഡ് ഹാർഡ്. നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. യു കുഡ് ഡു ഇറ്റ് ഇഫ് യു ട്രൈഡ് ഹാർഡ്. അങ്ങനെയാണെങ്കിൽ കഴിയുമായിരുന്നു, കഴിഞ്ഞു. ഈ ഒരു കണ്ടീഷൻ ക്ലാസ്സിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു കുഡ് ഡു ഇറ്റ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇഫ് യു ട്രൈഡ് ഹാർഡ്, പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് പൊളൈറ്റ് റിക്വസ്റ്റ്. അടുത്തായിട്ട് പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. കുഡ് യു പ്ലീസ് ടേക്ക് മീ ടു ദി VC. നിങ്ങൾ എന്നെ ആ VC അടുത്തേക്ക് കൊണ്ടുപോകുമോ? കുഡ് യു പ്ലീസ് ടേക്ക് മീ ടു ദി VC. വൈസ് ചാൻസലറുടെ അടുത്തേക്ക് എന്നെ ഒന്ന് പോകുമോ? പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. Would you please post this letter? Would you show me the way to the railway station? അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ കുഡ് യു പ്ലീസ് ടേക്ക് മീ ടു ദി VC. നിങ്ങൾക്ക് എന്നെ ആ VC അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാമോ? അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റ്. കുഡ് യു ഹാവ് എ വേർഡ് വിത്ത് യു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഒരു വാക്കൊന്ന് സംസാരിച്ചോട്ടെ. ഇഫ് ഐ വോൺ ദി ലോട്ടറി ഐ കുഡ് ബൈ എ ഹൗസ്. ലോട്ടറി അടിക്കുകയാണെങ്കിൽ എനിക്കൊരു വീട് വാങ്ങിക്കാൻ കഴിഞ്ഞേനെ. ഓക്കെ, അപ്പോൾ അവിടെ അതൊരു കണ്ടീഷൻ ക്ലാസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഇഫ് ഐ ഹാഡ്, അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റ്. ഇനി കണ്ടീഷൻ ക്ലാസ്. ഇനി വേറെ സെൻസ്, ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ കുഡ് ഫിനിഷ് ദിസ്. എനിക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞേനെ. നെക്സ്റ്റ് മേയിലേക്ക് വരുന്നു. മേ നേരത്തെ പറഞ്ഞു പെർമിഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മേ ഐ കമിൻ സർ. ഇവിടെ നമ്മൾ ക്യാൻ പഠിച്ചപ്പോൾ ക്യാൻ ഐ കമിൻ സർ, മേ ഗെറ്റ് ഇൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ മേ കമിൻ ഇൻ സർ. നെക്സ്റ്റ് പോസിബിലിറ്റിയെ കാണിക്കാൻ ഇറ്റ് മേ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുമോറോ. മേ യു ഹാവ് എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. മേ യു ഹാവ് എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. നിങ്ങൾക്ക് ഒരു നീണ്ട ജീവിതം. മേ യു ഹാവ് എ ലോങ് ആൻഡ് ഹാപ്പി, സന്തോഷപ്രദമായ, കുറേ കാലം കൂടി സന്തോഷപ്രദമായിട്ട് ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്ന് അനുഗ്രഹിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെയും നമ്മൾ മേ അപ്ലൈ ചെയ്യുന്നു. ഇനി പർപ്പസ്. ഈറ്റ് ദാറ്റ് യു മേ ലിവ്. ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം തിന്നേണ്ടത്. ഡോണ്ട് ലിവ് ദാറ്റ് യു മേ ഈറ്റ്. ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത്. നമ്മൾ പറയത്തില്ലേ, ഈറ്റ് ടു ലിവ്, നോട്ട് ഈറ്റ് ടു ലിവ്. തിന്നാൻ വേണ്ടി ജീവിക്കരുത്. അത് നമ്മൾ എങ്ങനെ പറയുന്നു? ഒരു പർപ്പസ് എന്ന ഉദ്ദേശത്തിൽ. ഈറ്റ് ദാറ്റ് യു മേ ലിവ്, ഡോണ്ട് ലിവ് ദാറ്റ് യു മേ ഈറ്റ്. നെക്സ്റ്റ് മൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. മൈറ്റ്
അറിയാമല്ലോ, മേയുടെ പാസ്റ്റ് ഫോം ആണ് മൈറ്റ്. മേയുടെ പാസ്റ്റ് ഫോം. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു. ഹി സെറ്റ് ഐ മേ സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ടു ദി അസംബ്ലി. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിൽ ലീവ് ദാറ്റ് യു മേ ഒരു സെൻസ് പറഞ്ഞാൽ ഹി സെഡ് ഐ മേ സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ടു ദി അസംബ്ലി. അപ്പോൾ ഹി സെഡ് എന്നുള്ളത് ഹി സെഡ് ദാറ്റ്, ഹി മേ എന്നുള്ളത് ഹി മൈറ്റ് സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ടു ദി അസംബ്ലി. അപ്പോൾ മൈറ്റ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ മൈറ്റ് ഈസ് ദി പാസ്റ്റ് ഫോം ഓഫ് മേ. അതുകൊണ്ടാണ് റിപ്പോർട്ട് സ്പീച്ചിൽ എല്ലായിടത്തും നമുക്കറിയാമല്ലോ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോം ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ എല്ലാ ഇടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈറ്റ് റിപ്പോർട്ട് സ്പീച്ചിന് ഫസ്റ്റ് വൺ. ഹി സെറ്റ് ദാറ്റ്, ഹി ഇവിടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹി മൈറ്റ് സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ടു ദി അസംബ്ലി. നെക്സ്റ്റ് വി മസ്റ്റ് സ്റ്റഡി. മസ്റ്റിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, മസ്റ്റ് ഷോസ് നെസസിറ്റി, ഒബ്ലിഗേഷൻ, ടെൻസ്, പ്രോബബിലിറ്റി, സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് മസ്റ്റ്. മസ്റ്റിൻ്റെ ഫങ്ഷൻസ് നെസസിറ്റിയെ കാണിക്കാൻ, ഒബ്ലിഗേഷനെ കാണിക്കാൻ, ടെൻസ്, പ്രോബബിലിറ്റി, സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ യു മസ്റ്റ് വിയർ എ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. വാഹനങ്ങൾ ഓടിക്കുന്ന അവസരത്തിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം. യു മസ്റ്റ് വിയർ എ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം വാഹനം ഓടിക്കാൻ. അപ്പം മസ്റ്റ് തീർച്ചയായിട്ടും. ദേ മസ്റ്റ് ഹാവ് റിട്ടേൺ ടു ഹിം ആൾറെഡി. ദേ മസ്റ്റ് ഹാവ് റിട്ടേൺ ടു ഹിം ആൾറെഡി. യഥാർത്ഥത്തിൽ അവർ എന്ത് ചെയ്തു, അവന് കത്തെഴുതി കഴിഞ്ഞു ആൾറെഡി. അത് ടെൻസ്. ഹാവ് റിട്ടേൺ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ദേ മസ്റ്റ് ഹാവ് റിട്ടേൺ ടു ഹിം ആൾറെഡി. വി മസ്റ്റ് സീ ദി മിനിസ്റ്റർ നൗ. ഇപ്പോൾ നമുക്ക് തീർച്ചയായും മിനിസ്റ്ററെ കാണണം. അപ്പോൾ അവിടെ നൗ ടുഡേ ടിൽ അറ്റ് പ്രസന്റ് ഒക്കെ വന്നാൽ എന്താണ് പ്രസന്റ് സിമ്പിൾ ടെൻസ്. യു മസ്റ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ. നിങ്ങൾ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇത് ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്നു, ഇത് പ്രസന്റ് സിമ്പിളിനെ കാണിക്കുന്നു, ഇത് പ്രസന്റ് പെർഫെക്റ്റിനെ കാണിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ ടെൻസിൻ്റെ ബേസിൽ മസ്റ്റ് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ വി മസ്റ്റ് സീ ദി മിനിസ്റ്റർ നൗ എന്നാണ് ടൈമിംഗ് വേർഡ് അവിടെ സൂചിപ്പിക്കുന്നത്. നൗ ടുഡേ എന്നൊക്കെ അർത്ഥം. യു മസ്റ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇനി പ്രോബബിലിറ്റി കാണിക്കാൻ വേണ്ടി there is the doorbell, that must be the postman. ആരോ അവിടെ ബെല്ലടിക്കുന്നുണ്ട്, ഡോർബെല്ല് കേൾക്കുന്നുണ്ട്, അത് പോസ്റ്റ്മാൻ ആയിരിക്കാം. അതൊരു പ്രോബബിലിറ്റിയാണ് കാണിക്കുക. there is the doorbell, that must be the postman. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ലാസ്റ്റ് വൺ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഉറച്ച തീരുമാനം ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉറച്ച തീരുമാനം ലാസ്റ്റ് വൺ ആയിട്ട് ഐ മസ്റ്റ് ഗോ ടു കാശ്മീർ ഇൻ സമ്മർ വാട്ട് എവർ ഹാപ്പൻ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യും, കാശ്മീർ സന്ദർശിക്കും. ഓക്കെ, thus we have studied the functions of shall, should, will, would, can, could, may, might and must. So I hope that you understood today's class. Please subscribe, share and support me. Thank you.